Hi everyone. Reciprocating പമ്പിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്തത്. അതിനുശേഷം നമ്മൾ ഒരു നെക്സ്റ്റ് ഒരു പ്രോബ്ലത്തിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷനാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ ഡാറ്റ എടുത്ത് എഴുതാണ്. ഗിവൺ ഡാറ്റ നമുക്ക് ഡയാമീറ്റർ ഓഫ് ദ സിലിണ്ടർ തന്നിട്ടുണ്ട്. That is D, capital D equal to 12 centimeter converted to meters. Stroke length തന്നിട്ടുള്ളത് L equal to 20 centimeter, അതും മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. Crank radius small r is equal to L by 2, then converted to meters. Okay, നമുക്ക് സ്ട്രോക്ക് ലെങ്ത് തന്നിട്ടുണ്ട്. സ്ട്രോക്ക് ലെങ്ത്തിൽ നിന്ന് ക്രാങ്ക് റേഡിയസ് കാണാൻ പറ്റും. Length of the suction pipe small ls is equal to 8 meter. Length of the delivery pipe small ld is equal to 25 meter. Diameter of the suction pipe ds is equal to 7.5 centimeter. Other meter like convert to diameter of the delivery pipe d suffix d is equal to 7.5. Adum meter like convert to speed of the pump n is equal to 40 rpm revolutions per minute. Suction head h suffix s 4 meter, delivery head H suffix D 14 meter, atmospheric pressure head H ATM, that is 10.3 meters of water, coefficient of friction തന്നിട്ടുള്ള വാല്യൂ F is equal to 0.009. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പ്രഷർ ഹെഡ് എന്ന സിലിണ്ടർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് ബിഗിനിങ് ഓഫ് ദ സക്ഷൻ ആൻഡ് ഡെലിവറി സ്ട്രോക്ക്, അറ്റ് ദ മിഡിൽ ഓഫ് ദ സക്ഷൻ ആൻഡ് ഡെലിവറി സ്ട്രോക്ക് ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ സക്ഷൻ ആൻഡ് ഡെലിവറി സ്ട്രോക്ക്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. സോ വി നോ ദാറ്റ് ആദ്യം നമ്മൾ ആംഗുലർ വെലോസിറ്റി കാണാണ്. ഒമേഗ ഇസ് ഈക്വൽ ടു 2 pi n by 60 ഇസ് ഈക്വൽ ടു 2 pi into 40 by 60. വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 4.188 റേഡിയൻസ് പെർ സെക്കൻഡ് ആയിരിക്കും ആൻസർ. നൗ പ്രഷർ ഹെഡ് ഡ്യൂ ടു ആക്സിലറേഷൻ ഇൻ സക്ഷൻ പൈപ്പ്. സക്ഷൻ പൈപ്പിലുള്ള ആക്സിലറേഷൻ പ്രഷർ ഹെഡ് ഇക്വേഷൻ എഴുതി HAS. ദെൻ അതിലേക്ക് വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതിൽ എ ബൈ എ എസ് എന്ന ടേം ഉണ്ടായിരിക്കും. ഇതിൽ എ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് പൈ ബൈ 4 ഡി സ്ക്വയർ ഏരിയ ഓഫ് ദ സിലിണ്ടർ. സ്മോൾ എ എസ് എന്ന് പറയുന്നത് പൈ ബൈ 4 ഡി സഫിക്സ് എസ് സ്ക്വയർ. ഇത് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ സക്ഷൻ പൈപ്പിൻ്റെ വാല്യൂ ആണ്, എക്സ്പ്രഷൻ ആണ്. ഓക്കെ, നൗ ഇൻ ടേംസ് ഓഫ് കോസ് തീറ്റയിലാണ് നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുന്നത്. ഓക്കെ, ഇൻ ടേംസ് ഓഫ് കോസ് തീറ്റയിൽ നമ്മൾ എഴുതി. സിമിലർലി പ്രഷർ ഹെഡ് ഡ്യൂ ടു ആക്സിലറേഷൻ ഇൻ ഡെലിവറി പൈപ്പ്. ഡെലിവറി പൈപ്പിലും ഇതേപോലെ നമ്മൾ എഴുതി. ഓക്കെ, HAD അത് ഇൻ ടേംസ് ഓഫ് കോസ് തീറ്റയിൽ തന്നെയാണ് 11.44 ഇൻറ്റു കോസ് തീറ്റ മീറ്റർ. നൗ ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഇൻ സക്ഷൻ പൈപ്പ് HFS എക്സ്പ്രഷൻ എഴുതി. വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.225 സൈൻ സ്ക്വയർ തീറ്റ. ഇൻ ടേംസ് ഓഫ് സൈൻ സ്ക്വയർ തീറ്റയിലായിരിക്കും നമുക്ക് HFS കിട്ടുന്നത്. ഓക്കെ, ഇനി ഇതന്നെ ഡെലിവറി പൈപ്പിലും അതിന് മുൻപായിട്ട് നമ്മൾ ഇവിടെ നമ്മുടെ ഇൻഡിക്കേറ്റർ ഡയഗ്രാം ഒന്ന് കാണിച്ചിരിക്കുകയാണ്. ഇഫക്റ്റ് ഓഫ് ആക്സിലറേഷൻ ആൻഡ് ഫ്രിക്ഷൻ ഒരുമിച്ച് വരുന്ന ഇൻഡിക്കേറ്റർ ഡയഗ്രാമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സിമിലർലി ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഇൻ ഡെലിവറി പൈപ്പ്. ഇനി ഡെലിവറി പൈപ്പിലെ ലോസ് ഓഫ് ഹെഡിൻ്റെ ഇക്വേഷൻ എഴുതി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇൻ ടേംസ് ഓഫ് സൈൻ സ്ക്വയർ തീറ്റയിൽ ഒരു എക്സ്പ്രഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. ഓക്കെ, നൗ ഇനിയാണ് നമ്മൾ ആക്ച്വലി കണ്ടുപിടിക്കാൻ പോകുന്നത്. പ്രഷർ ഹെഡ് ഇൻ ദ സിലിണ്ടർ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സക്ഷൻ ആൻഡ് ഡെലിവറി സ്ട്രോക്ക്. സക്ഷൻ്റെയും ഡെലിവറി സ്ട്രോക്കിൻ്റെയും ബിഗിനിങ്ങിൽ പ്രഷർ ഹെഡ് അത് ഇഫക്റ്റ് ഓഫ് ആക്സിലറേഷനും ഫ്രിക്ഷനും കൂടി ഒരുമിച്ച് എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സക്ഷൻ ആൻഡ് ഡെലിവറി സ്ട്രോക്ക് തീറ്റ വാല്യൂ ഇസ് ഈക്വൽ ടു 0. Therefore HAS നമ്മൾ കണ്ടുപിടിച്ച എക്സ്പ്രഷനിൽ തീറ്റ വാല്യൂ 0 കൊടുത്തു. സോ HASന്റെ വാല്യൂ 3.66 മീറ്റർ കിട്ടും. HAD വാല്യൂ cos 0 is equal to 11.44 എന്ന വാല്യൂ ആണ് കിട്ടുക. ഓക്കെ, ഇത് ബിഗിനിങ് ഓഫ് ദ സക്ഷൻ ആൻഡ് ഡെലിവറി സ്ട്രോക്ക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ രണ്ട് വാല്യൂ കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റത്തെ വാല്യൂ എന്ന് പറയുന്നത് HAS സക്ഷൻ പൈപ്പിലും, ഈ വാല്യൂ HAD എന്ന് പറയുന്നത് ഡെലിവറി പൈപ്പിലും ആയിരിക്കും. സോ ഈ വാല്യൂസ് ഇവിടെ HFS വാല്യൂ നമുക്ക് 0 ആയിരിക്കും അറ്റ് ദ ബിഗിനിങ്ങിൽ. സോ നമ്മളിവിടെ HAS ഇവിടെ മാർക്ക് ചെയ്തു, HS പ്ലസ് HAS. സോ എയിൽ നിന്ന് A ഡാഷിലേക്ക് ഷിഫ്റ്റ് ആയി.
അതേപോലെ എച്ച് എ ഡിയുടെ ഒപ്പം നമ്മൾ എച്ച് ഡിയുടെ ഒപ്പം എച്ച് എ ഡി നമ്മൾ ആഡ് ചെയ്തു. സോ സിയിൽ നിന്ന് സി ഡാഷിലേക്ക് ഷിഫ്റ്റ് ആയി. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും നമ്മൾ ഇൻഡിക്കേറ്റർ ഡയഗ്രം കാണിച്ചിരിക്കുന്നു. Now pressure head in the cylinder at the beginning of the suction stroke. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ആ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. സോ ഇവിടെ എച്ച് എസ് പ്ലസ് എച്ച് എസ് അത് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹെഡിൻ്റെ ടേംസിൽ, അതായത് ആബ്സല്യൂട്ട് വാല്യൂ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാണ്. സോ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ പ്രഷർ ഹെഡിൻ്റെ വാല്യൂ 10.3, ദെൻ എച്ച് എസ് പ്ലസ് എച്ച് എസിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 7.66. അങ്ങനെയാണെങ്കിൽ ആബ്സല്യൂട്ട് പ്രഷർ ഹെഡ് വാല്യൂ വിൽ ബി 2.64. ഓക്കെ, ആബ്സല്യൂട്ട് പ്രഷർ ഹെഡ് വാല്യൂ ആണെങ്കിൽ നമ്മൾ എക്സ് ആക്സിസിൽ നിന്നായിരിക്കും മെഷർ ചെയ്യുക. അതായത് ഈ ഡിസ്റ്റൻസിനാണ് നമുക്ക് 2.64 ആയിട്ട് വാല്യൂ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അതായത് ഇത് മൊത്തത്തിൽ 10.3 മീറ്റർ ആയിരിക്കും. നൗ എച്ച് എസ് പ്ലസ് എച്ച് എസ് എന്ന് പറഞ്ഞ വാല്യൂ, ഈ രണ്ട് വാല്യൂവിൻ്റെ സമ്മാണ് 7.66. സോ 10.3യിൽ നിന്ന് 7.66 മൈനസ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ഈ ചെറിയ ഡിസ്റ്റൻസ് ആയിരിക്കും, ദാറ്റ് ഈസ് 2.64. Okay, absolute value of the pressure head at the beginning of the suction stroke. Now at the beginning of the delivery stroke നമ്മൾ absolute value കാണുന്നു എച്ച് ഡി പ്ലസ് എച്ച് എ ഡി. പക്ഷേ ഇവിടെ എച്ച് ഡി പ്ലസ് എച്ച് എ ഡി എന്ന് പറയുന്നത് ഇത്രയും ഈ ഡിസ്റ്റൻസിലുള്ള വാല്യൂ ആണ് അല്ലേ. അതിൻ്റെ ഒപ്പം നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹെഡ് കൂടി ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ആബ്സല്യൂട്ട് വാല്യൂ കിട്ടുള്ളൂ. അപ്പോൾ എ ടി എം പ്ലസ് എച്ച് ഡി പ്ലസ് എച്ച് എ ഡി. സോ 10.3 പ്ലസ് 14 പ്ലസ് 11.44, 35.75 മീറ്റർ ആബ്സല്യൂട്ട് വാല്യൂ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ബിഗിനിങ്ങിലുള്ള, അതായത് സക്ഷൻ സ്ട്രോക്കിൻ്റെയും ഡെലിവറി സ്ട്രോക്കിൻ്റെയും ബിഗിനിങ് ടൈമിലുള്ള പ്രഷർ ഹെഡുകൾ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി മിഡിൽ സെക്ഷൻ. മിഡിൽ പോർഷനിൽ നമുക്ക് തീറ്റ വാല്യൂ കൊണ്ട് 90 ഡിഗ്രി ആയിരിക്കും. അത് സക്ഷൻ സ്ട്രോക്കിലും ഡെലിവറി സ്ട്രോക്കിലും. സോ എച്ച് എ എസ് 0 വരും, എച്ച് എ ഡി 0 വരും. മിഡിൽ പോർഷനിൽ നമുക്ക് ആക്സിലറേറ്റീവ് പ്രഷർ ഹെഡുകൾ 0 ആയിട്ടാണ് കിട്ടുക. പക്ഷെ മിഡിൽ പോർഷനിൽ നമുക്ക് ഫ്രിക്ഷണൽ പ്രഷർ ഹെഡുകൾ, ഫ്രിക്ഷണൽ ഹെഡ് ഡ്യൂ ടു പ്രഷർ ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് വാല്യൂ ഉണ്ടായിരിക്കും, മാക്സിമം വാല്യൂ ആയിരിക്കും 0.225 സൈൻ സ്ക്വയർ 90. ഇത് മിഡിൽ പോർഷനിൽ തീറ്റ ഈക്വൽ ടു 90 വരുന്ന കേസിൽ സൈൻ 90 1 ആയതുകൊണ്ട് ദിസ് വാല്യൂ വിൽ ബി, എച്ച് എഫ് എസ് വാല്യൂ വിൽ ബി 0.225 മീറ്റർ. ഇനി എച്ച് എഫ് ഡി വാല്യൂ ആണെങ്കിൽ അതിൻ്റെ നമ്മൾ മുൻപ് ഡിറൈവ് ചെയ്ത എക്സ്പ്രഷനിലേക്ക് തീറ്റ ഈക്വൽ ടു 90 കൊടുക്കുന്നു. സോ ദ വാല്യൂ വിൽ ബി 0.703 മീറ്റർ. ഓക്കെ, ഇനി ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൽ ഇവിടെയാണ് നമ്മളത് വരയ്ക്കുക. ജി ഡാഷ് നമുക്ക് നമ്മുടെ എച്ച് എസ് വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ നിന്നിട്ട് ഇവിടം വരെയാണ് അല്ലേ. അതിൻ്റെ ഒപ്പം നമ്മൾ എച്ച് എഫ് എസ് വാല്യൂ ആഡ് ചെയ്യുന്നു. സോ ജി ഡാഷിൽ നിന്നും ജിയിലേക്ക് ഷിഫ്റ്റ് ആവുന്നു. ഓക്കെ, ഈ 0.225 വാല്യൂ ആണ് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. എച്ച് എഫ് ഡി വാല്യൂ നമ്മൾ എച്ച് ഡാഷിൽ നിന്നും, ഇവിടെ ഓൾറെഡി നമുക്ക് എച്ച് ഡി ഉണ്ട് കേട്ടോ, ഈ എച്ച് ഡിയിൽ നിന്നും എച്ച് ഡാഷ് ടു എച്ച് എന്ന വാല്യൂ എന്ന് പറയുന്നത് 0.703 വാല്യൂ മാർക്ക് ചെയ്താൽ നമുക്ക് എച്ച് കിട്ടും. ഓക്കെ, സോ മിഡിൽ പോർഷൻ നമ്മൾ മാർക്ക് ചെയ്തു. Now pressure head in the cylinder at the beginning of the suction stroke. Beginning അല്ല, at the middle of the suction stroke ആണ്. Pressure head in the cylinder at the middle of the suction stroke ആണ്. ഇവിടെ തെറ്റിപ്പോയതാണ്. ഇത് മിഡിൽ എന്ന് വായിക്കുക. എച്ച് എസ് പ്ലസ് എച്ച് എഫ് എസ് ബിലോ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹെഡ്, അതായത് എച്ച് എസ് പ്ലസ് എച്ച് എഫ് എസ്. സോ ജി ഡാഷിൽ നിന്ന് ജിയിലേക്ക് ഷിഫ്റ്റ് ആവും. ഓക്കെ, ആ വാല്യൂ നമ്മൾ ആബ്സല്യൂട്ട് വാല്യൂ ആയിട്ട് എഴുതിയിരിക്കുകയാണ്. 10.3യിൽ നിന്ന് ഇത് മൊത്തം 10.3 ആവും. അതിൽ നിന്ന് 4 ആണ് നമ്മുടെ എച്ച് എസിൻ്റെ വാല്യൂ. എച്ച് എഫ് എസിൻ്റെ വാല്യൂ 0.225 ആണ്. ഇത്രയും നമ്മൾ 10.3 മൈനസ് ചെയ്താൽ ഈ ചെറിയ ഗ്യാപ്പ് നമുക്ക് കിട്ടും, ഈ ചെറിയ ഡിസ്റ്റൻസ് കിട്ടും. അതാണ് നമ്മുടെ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് ദ പ്രഷർ ഹെഡ്, 6.075 മീറ്റർ ആബ്സല്യൂട്ട് വാല്യൂ. ഓക്കെ, ഇത് തന്നെ ഡെലിവറി സ്ട്രോക്കിലും ഇവിടെയും ബിഗിനിങ് അല്ല, പ്രഷർ ഹെഡ് ഇൻ ദ സിലിണ്ടർ അറ്റ് ദ മിഡിൽ ഓഫ് ദ ഡെലിവറി സ്ട്രോക്ക് ആണ്. സോ മിഡിൽ ഇവിടെ ചെയ്ത പോലെ തന്നെ ഇവിടെയും എച്ച് ഡി പ്ലസ് എച്ച് എഫ് ഡി ആണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹെഡിന് വരിക, അതിൻ്റെ മുകളിലേക്ക് വരിക. ഈ ലൈനിന് മുകളിലേക്ക് എച്ച് ഡി പ്ലസ് എച്ച് എഫ് ഡി. 10.3 പ്ലസ് 14 പ്ലസ് 0.703, ഇതാണ് ആബ്സല്യൂട്ട് വാല്യൂ, 125.003 മീറ്റർ. ഓക്കെ, സോ മിഡിൽ പോർഷൻ കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് at the end of the suction and delivery stroke ആണ്. ഓക്കെ, പ്രഷർ ഹെഡ് ഇൻ ദ സിലിണ്ടർ at the end of the suction and delivery stroke. വീണ്ടും നമ്മൾ ഇൻഡിക്കേറ്റഡ് ഡയഗ്രം ഇവിടെ കാണിച്ചിരിക്കുകയാണ്.
At the end of the delivery instruction suction stroke, theta equal to 180 degree. At the end, അതായത് suction stroke ആയാലും delivery stroke ആയാലും നമ്മൾ theta equal to 180 degree ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. So cos theta minus 1 വരും ആൻഡ് sin theta 0 വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആക്സിലറേറ്റിംഗ് പ്രഷർ ഹെഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ ആയിട്ടായിരിക്കും വരിക. ഓക്കെ, മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുള്ള പോലെ. അപ്പോൾ -3.66 വരും. എച്ച് എ ഡി ആവുമ്പോൾ -11.44 മീറ്റർ എന്ന് കിട്ടും. പ്രഷർ ഹെഡ് എന്ന സിലിണ്ടർ അറ്റ് ദ എൻഡ് ഓഫ് ദ സെക്ഷൻ സ്ട്രോക്ക് നമ്മൾ വാല്യൂസ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. HS-3.66 സെക്ഷൻ സ്ട്രോക്കിൻ്റെ എൻഡിൽ ഇതാ HS-ൻ്റെ വാല്യൂ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആ HS-ൻ്റെ വാല്യൂവിൽ നിന്ന് ഈ HAS-ൻ്റെ വാല്യൂ നമ്മൾ ഡിഡക്ട് ചെയ്യണം, കാരണം അത് നെഗറ്റീവ് ആയതുകൊണ്ട്. സോ HS -3.66 ബിലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹെഡ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹെഡിന് താഴെ HS HAS ആയിരിക്കും നമ്മുടെ വാല്യൂ. ഓക്കെ, ഇനി അത് ആബ്സല്യൂട്ട് വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ HATM-ൽ നിന്ന് HS HAS ഡിഡക്ട് ചെയ്യുന്നു. സോ ഇത്രയും ഡിസ്റ്റൻസ് ആയിരിക്കും നമ്മുടെ ആബ്സല്യൂട്ട് വാല്യൂ, B ഡാഷ് തൊട്ട് ഈ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ്. സോ ആ വാല്യൂ നമുക്ക് കിട്ടുന്നത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 9.96 മീറ്റർ. ഇതാണ് ആബ്സല്യൂട്ട് വാല്യൂ. സെയിം തന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡെലിവറി സ്ട്രോക്ക് നമ്മൾ ചെയ്യുന്നു. സോ ഇവിടെ HD, ഇതാണ് HD, ഇത് മൊത്തത്തിൽ HD ആണ്. HDയിൽ നിന്നും HAD നമ്മൾ എന്താ പറയുക മൈനസ് ചെയ്യുന്നു. ഓക്കെ, HDയിൽ നിന്നും HAD നമ്മൾ മൈനസ് ചെയ്യുന്നു. അപ്പോൾ ഈ ചെറിയ ഡിസ്റ്റൻസ് ആയിരിക്കും കിട്ടുക. ദാറ്റ് ഈസ് അബവ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹെഡ്. ഇനി അത് നമ്മൾ ആബ്സല്യൂട്ട് ഫോമിലേക്ക് ആക്കാൻ വേണ്ടി ഈ ചെറിയ ഡിസ്റ്റൻസ് പ്ലസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹെഡ് HATM ചെയ്താൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 12.86 മീറ്റർ. ദാറ്റ് ഈസ് എ ആബ്സല്യൂട്ട് വാല്യൂ. സോ നമുക്ക് എല്ലാ വാല്യൂസും കിട്ടിക്കഴിഞ്ഞു. ഇനി ശരിക്ക് ഇപ്പോൾ ഈ ഇൻഡിക്കേറ്റർ ഡയഗ്രാം വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത് അല്ലേ? പക്ഷെ ആക്ച്വലി ഈ കിട്ടിയ വാല്യൂസ് വെച്ചിട്ടാണ് ഈ ഇൻഡിക്കേറ്റർ ഡയഗ്രാം നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചെയ്യണമെങ്കിൽ ആദ്യം ന്യൂമറിക്കൽ വാല്യൂ, ഇപ്പോൾ ന്യൂമറിക്കൽ വാല്യൂ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇൻഡിക്കേറ്റർ ഡയഗ്രാം അതുപോലെ സൈഡിൽ റഫായിട്ടൊന്ന് വരയ്ക്കുക, എന്നിട്ട് അത് നോക്കിയിട്ട് വരയ്ക്കാം. ഓക്കെ, അത് നോക്കിയിട്ട് നമുക്ക് ഈ വാല്യൂസ് കണ്ടുപിടിക്കാം. ദെൻ ഫൈനലി ഈ വാല്യൂസ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ കയ്യിലുള്ള സ്കെയിൽ വെച്ചിട്ട് സ്കെയിലിൽ ഈ വാല്യൂസിനെ റെഡ്യൂസ് ചെയ്തിട്ട് ആക്ച്വൽ മെഷർമെൻറ്റ്സ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഇൻഡിക്കേറ്റർ ഡയഗ്രാം വരയ്ക്കണം പെൻസിൽ വെച്ചിട്ട്. ഓക്കെ, എന്നാലേ അത് ഫുൾ മാർക്ക് കിട്ടും. കാരണം ഇൻഡിക്കേറ്റർ ഡയഗ്രാം വരയ്ക്കാനായിട്ടായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ കിട്ടിയ വാല്യൂസ് വെച്ചിട്ട് വേണം നമ്മൾ ഇൻഡിക്കേറ്റർ ഡയഗ്രാം വരയ്ക്കാനായിട്ട്. സോ വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടി സൈഡിൽ റഫായിട്ട് ഇൻഡിക്കേറ്റർ ഡയഗ്രാം ഒന്ന് വരച്ച് വെക്കുക. എന്നിട്ട് അത് നോക്കിയിട്ട് അത് റെഫർ ചെയ്തിട്ട് ആ ഡയഗ്രാം റഫ് ഡയഗ്രാം റെഫർ ചെയ്തിട്ട് ഈ വാല്യൂസ് കണ്ടുപിടിക്കുക. അതിനുശേഷം ആക്ച്വൽ ഡയഗ്രാം നിങ്ങൾ വരയ്ക്കുക. ഓക്കെ, സോ ഇതാണ് ഇൻഡിക്കേറ്റർ ഡയഗ്രാംസിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്. നമ്മൾ 2 പ്രോബ്ലം ഡിസ്കസ് ചെയ്തു. ഇനി ഉള്ളത് നമുക്ക് മാക്സിമം സ്പീഡ് ഓഫ് എ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ആൻഡ് എയർ വെസൽസ്. ഈ 2 ടോപ്പിക്സ് ആണ് ഇനി ബാക്കിയുള്ളത് റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.